ഇപ്പോൾ പൊതുവിഷയങ്ങളിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്ത്രീകളുണ്ടാവും. അതേ സ്ഥാനത്ത് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുക, ടൂർ പോയിക്കാണ്ട് ആണും പെണ്ണും കൂടി നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് നിസ്സാരവൽക്കരിക്കാണ്. ഇത് തെറ്റന്നെയാണ്. അത് നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ പിരാന്ത് എന്നൊക്കെ പറയും. നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ സ്ത്രീകളാണെങ്കിൽ പോയി നമ്മൾ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് ആ സോഷ്യൽ മീഡിയ വിടാൻ പാടുണ്ടോ? നമ്മൾ എത്ര എത്ര ശ്രദ്ധിക്കണം. രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ ജനാധിപത്യ നാട്ടിൽ ജീവിക്കുമ്പോൾ പല വിഷയങ്ങളും ഇടപെടുമ്പോൾ ചിലപ്പോൾ മുമ്പിൽ പെണ്ണ് ചിലപ്പോൾ സ്ത്രീകൾ വന്നിരിക്കാം, ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ കാലം എന്നല്ല, പൊതുവാകുമ്പോൾ അങ്ങനെയാണ് സംഗതി. അതേപോലെയാണോ ഈ ഫോട്ടോ? ആണും പെണ്ണും കൂടി ഇരുന്ന് യാത്ര പോവുക, എന്തിന്റെ പേരില്? എന്താവട്ടെ, എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ അങ്ങനെ പ്രചരിപ്പിക്കും. നമ്മൾ അല്ലെങ്കിൽ എന്ത് വേണം? ഞങ്ങൾ മതവുമായി ബന്ധപ്പെട്ട പാർട്ടി അല്ല, ഇത് സ്വർഗത്തിലേക്കുള്ളത്, അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. ഇത് വെറും രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവിടെ ആത്മീയത പറയാൻ വേണ്ടി നിൽക്കരുത്. മതം പറയുമ്പോൾ മതം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. പിന്നെ അവിടെ ഇവിടെ വന്ന് പോണ ഫോട്ടോ അല്ല ഇവിടെ വിഷയം. ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണെന്ന്. അത് തെറ്റന്നാണ്, തെറ്റല്ലേ? കുറ്റൂർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പാണക്കാട്ട് തങ്ങന്മാരെ വിമർശിക്കണോ എന്ന് പറയരുത്. ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. മുമ്പുള്ള തങ്ങന്മാർ അങ്ങനെ ഇനിയോ ഇതേമാതിരി ഫോട്ടോ കൊടുത്ത് പാട്ടും പാടി നടക്കേനി? അല്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും ഇസ്ലാമിന്റെ ആളുകളും അല്ലേ? അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം വരുമ്പോൾ തങ്ങളായാലും മൂല്യരായാലും ജിഫ്രി തങ്ങളായാലും മറ്റേ അമ്പലക്കട ഉസ്താദായാലും ആരായാലും നമ്മൾ പ്രതികരിക്കൂലേ? എന്താണ് കുറ്റൂരെ തീരെ അന്തല്ലാതെ ന്യായീകരിക്കണേ? മരിച്ചുകൊണ്ട കുറ്റൂരെ നമുക്ക് അള്ളാന്റെ ദീനല്ലേ? അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മറുപടി പറയണ്ടേ? പറഞ്ഞു തരുമോ? അതായത് കേരളത്തില് ഏത് കൊടപ്പനക്കള തങ്ങളാണ് സമരമുഖത്തേക്ക് സ്ത്രീകളെ ക്ഷണിച്ചു കൊണ്ടുപോയത് കോഴിക്കോടേക്ക്? എങ്ങനത്തേലും പെണ്ണ്, എങ്ങനത്തേലും ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് ആ കടപ്പുറത്ത് വരസിയത്? അതിനായിട്ട് കുറെ നരമ്പ് രോഗികൾ അതിന്റെ ബാക്കിൽ പോയിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, കുറെ വഹാബി ലീഗർ അതിന്റെ പിന്നിലുണ്ടായി. മനസ്സിലായ? ഈ പെണ്ണുങ്ങളെ പിന്നിൽ ചരിത്രത്തിൽ ആദ്യമാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഇങ്ങനൊരു തങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. പെണ്ണുങ്ങളെ ഈ സമരരംഗത്തേക്ക് വലിച്ചിടുന്നത് ഇയാൾ വന്നേ പിന്നെ മാത്രം, അതിന് മുമ്പില്ല. ഇവരൊക്കെ സ്ത്രീ കോമളന്മാരായിപ്പോയോ? എന്താ ഇതിങ്ങനെ? കുറ്റൂര ജിഫ്രി തങ്ങൾ പറയണല്ലോ ഫത്വ. അള്ളി റസൂൽ എന്താ പറഞ്ഞതെന്നല്ലേ നോക്കേണ്ടത്. അതിനിപ്പോ ജിഫ്രി തങ്ങൾ പറഞ്ഞ രീതിക്ക് ചെയ്തിട്ടാണെങ്കിൽ തെറ്റാണെന്ന് അതിനെ ന്യായീകരിക്കുമ്പോഴല്ലേ പറയേണ്ടത്. ജിഫ്രി തങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളൊപ്പം സെൽഫി എടുത്തേച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% തെറ്റാണ്, കൊണ്ടുപോവാം. അതാണ് ചോദ്യം. പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ മറ്റേ ചാനൽ ചർച്ചയിൽ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട, പെണ്ണുങ്ങളെ കയറ്റൂല എന്നൊന്നും പറയാൻ പറ്റൂല. അതൊരു മറ്റേ മുസ്ലിം കൺട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക കൺട്രി ആണെങ്കിൽ നമുക്ക് പറയാം. പെണ്ണുങ്ങൾ ഇപ്പോൾ അഫ്ഗാനികൾ പറഞ്ഞത് കേട്ടില്ല, ഞാൻ അതിൽ കണ്ടില്ല, പെണ്ണുങ്ങളെ കയറ്റി വിടണ്ടെന്ന് ഓൽക്ക് പറയാം. ഒരു ഇസ്ലാമിക രാജ്യമാണ്, ഓൽക്ക് അങ്ങനെ പറയാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ രാജ്യത്തെ പറ്റുമോ? അത് പറ്റൂല. അപ്പോൾ അവിടെ എന്താണ് വിഷയം പറയുന്നത് എന്നുള്ളതല്ലേ നോക്കല്. എന്ന മാതിരിയാ പെണ്ണുങ്ങളപ്പം ടൂറും പോയി കാണ്ട് താജ്മഹലിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് വിടണേ. ഇത് പറഞ്ഞാൽ നമ്മൾ പാണക്കാട് വിരുദ്ധര്, നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണോല് അങ്ങനെ പറയില്ലേ? അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് പറയണ്ടേ? അത് ആരായാലും പറയണമെന്ന്. അത് രാഷ്ട്രീയത്തിലായാലും സംഘടനയിലായാലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണത്. ന്യായീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ജിഫ്രി തങ്ങളെ ന്യായീകരിക്കുന്നുണ്ടോ? പറഞ്ഞ മാതിരി ജിഫ്രി തങ്ങളെ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തുവിട്. എന്തെങ്കിലും കാലിക വിഷയത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ വിഷയത്തിലോ സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ലല്ലോ. അതിന് മുന്നേ അതിൽ പെണ്ണുങ്ങളുടെ ഞങ്ങളൊന്നും പറയുന്നില്ല. മത്സരിക്കാൻ നിൽക്കണ്ടല്ലോ പെണ്ണുങ്ങളെ, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതുവരെ പഞ്ചായത്തിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി വരുന്ന പഞ്ചായത്തിൽ നിൽക്കണില്ലേ? അത് വോട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ പറയലില്ലോ. അതാണ് അവിടുത്തെ സാഹചര്യം. അങ്ങനെയാണോ? പെണ്ണുങ്ങൾ വാർഡാകുമ്പോൾ പെണ്ണുങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ വാർഡ് നഷ്ടപ്പെടും. ഈ മതത്തിനെ മറ്റേതാക്കല്ലേ, തങ്ങൾക്കും വേണ്ടി ന്യായീകരിച്ചാണ്ട് വളച്ചൊടിക്കല്ലേ. എന്താണ് കുറ്റൂരെ? എന്തല്ല എനിക്ക് ചോറല്ലേ വെച്ചിനെ കുറ്റൂരെ? എഴുതി വിട്ട സുഹൃത്തെ, പകലിനെ രാത്രിയാക്കാൻ നോക്കരുത്. രാത്രിയും പകല് രാവിലെയാണ്. അതായത് നമ്മളെ കാളി അല്ലെങ്കിൽ കാളിയാകാൻ യോഗ്യതയില്ലാത്ത ആൾക്കാർ കാളിയായി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുക. അതായത് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും സത്യത്തിൻ്റെ കൂടെ നിൽക്കാതെ അനീതിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊരു പേരുണ്ട്. ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ പൂരിപ്പിച്ചോളി. ആ പണിയെടുക്കരുത്. നമുക്ക് മരിക്കണം, ഖബറിൽ കിടക്കണം. ഖബറിൽ ഹിസാബുണ്ട്, ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്. അത് കഴിഞ്ഞ് മരിച്ചെങ്ങാൻ മത്സറയെ ചെല്ലണം. മത്സറയ എന്ന് പറയുന്ന വൻ ലോകത്ത്
പിന്നെ ഒരുപാട് വിചാരണ ചെയ്ത് നരകവും സ്വർഗവും ഉണ്ട്, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും നമ്മളെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ നമ്മളെ പിന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മളെ ദീനെ വിട്ടിട്ട് ദീനെ കളങ്കപ്പെടുത്തി ജീവിക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും ദീനാ വേണ്ടത്, 1, 2, 3, 4, 5 ദീന്, എന്നിട്ടൊക്കെ രാഷ്ട്രീയം പാടുള്ളൂ. ദീനിന് പ്രാധാന്യം കൊടുക്കണം. പിന്നെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും സുന്നിൻ്റെതും എല്ലാവരും ഉള്ളതാണ്. അവിടേക്ക് നമ്മളെ സുന്നികളെ കൊണ്ടുപോയി അവരെ നേതാക്കന്മാർ കൊണ്ടുപോയി അന്ന് സമസ്തനെ ഒരാളെ കെട്ടി അത് പണിയൊന്നും എടുക്കാൻ പാടില്ല. സമസ്തൻ്റെ വഴിക്ക് പോട്ടെ. സമസ്ത ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്, അത് അതിൻ്റെതായ ദീനീ പ്രവർത്തനമായിട്ട് പോട്ടെ. ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ നിയമസഭയും ലോകസഭയും പിന്നെ നോക്കി ചാരിറ്റിയൊക്കെ ചെയ്ത് പിന്നെ പൊതുപ്രവർത്തനമൊക്കെ ചെയ്ത് നിങ്ങളും അങ്ങനെ പോയിക്കോളൂ. നിങ്ങളെന്തിനാണ് ഇതിൻ്റെ നടുവിൽ പോയിട്ടിട്ട് ഇടങ്ങേറുണ്ടാക്കുന്നത്? അതേ പറഞ്ഞ മുമ്പ് ഏപിക്കാർ പറഞ്ഞത് സത്യമാണ്. ഇപ്പൊ വടശ്ശേരി അസംബ്ലിയിലെ പ്രസംഗത്തിലുണ്ട്, പട്ടിക്കാട് സമ്മേളനം നടക്കുമ്പോൾ ഉദ്ഘാടനം അഹമ്മദ്, മുഖ്യപ്രഭാഷണം കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ അവസാനം മുസ്താഫ്മാർക്കും പണ്ഡിതന്മാർക്കും പ്രസംഗിക്കാനില്ല. ഉദ്ഘാടനം തന്നെ ആരാണ്? പണ്ഡിതന്മാരൊന്നല്ല ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനം അഹമ്മദോ കുഞ്ഞാലിക്കുട്ടിയോ അങ്ങനെയൊക്കെ. വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി, മുഖ്യപ്രഭാഷണം കേന്ദ്രമന്ത്രി മുമ്പത്തെ കാര്യം അഹമ്മദ്, അങ്ങനെ കേന്ദ്രമന്ത്രി, ലീഗിൻ്റെ കേന്ദ്രമന്ത്രി ആരാച്ച മൂപ്പര്, ലീഗിൻ്റെ MP ആരാച്ച മൂപ്പര് ഉദ്ഘാടനം. മുഖ്യപ്രഭാഷണമൊക്കെ പട്ടിക്കാട് സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം ആര്? ലീഗിൻ്റെ കേന്ദ്രമന്ത്രി, അല്ലെങ്കിൽ ലീഗിൻ്റെ MP, അല്ലെങ്കിൽ ലീഗിൻ്റെ വ്യവസായ മന്ത്രി. നിങ്ങൾ പിന്നെ സമസ്തൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടാവും, ഓർക്കൊന്നും ഇല്ല. അവർക്കൊന്നും നന്ദി ഒരു എന്തെങ്കിലും വസ്തുത തോർക്കാനുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ സനത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ പ്രിയങ്ക ഗാന്ധി അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ്, അവർ ജിഫ്രി തങ്ങളെ കാണണം എന്ന് പറഞ്ഞ് അല്ല വേറെ ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞ് അതൊക്കെ സ്വാഭാവികമാണ്, അത് പൊതുകാര്യമാണ്. അല്ലാതെ പെണ്ണുങ്ങളോട് പോയിട്ട് താജ്മഹൽ കാണാൻ പോയിട്ടും പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടും പിന്നെ നിന്നിട്ട് സെൽഫി എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്റ്റിൽ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കലല്ല, അതല്ലല്ലോ. അവർ സംസാരിക്കുകയല്ലേ. ജിഫ്രി തങ്ങൾ ഒരു കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് അപ്പുറത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി ഇരിക്കുന്നുണ്ട്. അവരവരെ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും പിന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കായിരിക്കും. അതെന്താ തെറ്റ്? അതിലെന്താ തെറ്റ്? ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ലേ. സംസ്ഥയുടെ നേതാവ് എന്നുള്ളത് മാത്രമല്ല, പൊതുവായ കാര്യങ്ങൾക്ക് പത്രക്കാരും പിന്നെ സമുദായത്തിന്റെ കാര്യങ്ങൾക്ക് പത്രക്കാരും അതുപോലെ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പത്രക്കാരൊക്കെ ജിഫ്രി തങ്ങളോട് അഭിപ്രായം തേടാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ മൈക്ക് പിടിച്ച് നിൽക്കുന്നതിൽ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ പെണ്ണുങ്ങളുള്ളത് കൊണ്ട് ഞാൻ മറുപടി പറയൂല എന്ന് പറയാൻ പറ്റുമോ? ഇത് ഇസ്ലാമിക രാജ്യമൊന്നുമല്ലല്ലോ, ശരീഅത്ത് രാജ്യമൊന്നുമല്ലല്ലോ, ജനാധിപത്യ രാഷ്ട്രമല്ലേ. അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടാവും. ഇതിലെന്താ തെറ്റ് പറയുന്നത്? നിങ്ങളൊക്കെ ഏത് നാട്ടുകാരാണ് കൂട്ടരെ?